രാവിലെ ചെറുമഴയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മഴയത്ത് എണീക്കാനൊക്കെ നല്ല മടിയായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എണീറ്റ് വന്നു. എന്തായാലും നമ്മുടെ ഡ്യൂട്ടിയൊക്കെ നടന്നല്ലേ പറ്റത്തുള്ളൂ. പാത്തുമൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നേ. അങ്ങനെ ഞാൻ രാവിലെ അടുക്കളയിൽ വന്നു. അടുപ്പിൽ ചാരമൊക്കെ വാരി തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. തലേന്ന് നമ്മൾ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല. മാവെല്ലാം കഴിഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. വലിയ മടിയായിരുന്നേ. ഇന്ന് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. മുറ്റം നോക്കിയപ്പോഴാണ് മടി ഒന്നുകൂടെ കൂടിയത്. മറ്റൊന്നുമല്ല, മുറ്റമെല്ലാം ആകെപ്പാടെ മുടിഞ്ഞു വാരി കിടക്കുകയാണ് കേട്ടോ. ഉള്ള കരിയിലെന്ന് പറയാൻ പറ്റത്തില്ല, മാവിൻ്റെ തളിരില ഉണ്ടല്ലോ, അതെല്ലാം കാറ്റടിച്ച് വീണ് ആകെപ്പാടെ വൃത്തികേടായി കിടക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ തന്നെ ഇന്നൊരു കുന്നോളം പണിയാണ്. അങ്ങനെ രാവിലെ നമ്മൾ ഒരു ഉപ്പുമാവൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു. കൂട്ടത്തിൽ കഴിക്കാൻ പപ്പടമായിരുന്നു, അതൊക്കെ കാച്ചി പാത്തുക്കുട്ടിക്ക് കാപ്പിയൊക്കെ കൊടുത്തു. അവളെ ഞാൻ സ്കൂളിലാക്കി വന്നിട്ട് ഇച്ചിരി വെട്ടമൊക്കെ വന്നപ്പോഴത്തേക്കും തുണിയൊക്കെ പറക്കി ഉണങ്ങാൻ വേണ്ടി ഇട്ടു. കഴുകാനുള്ളതെല്ലാം കഴുകിയിട്ടു. പക്ഷേ വെറുതെ ആയിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. പിന്നെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ മീനൊക്കെ തട്ടിയിട്ടു. കിളിമീനും അതുപോലെ ചെറിയ പരവയായിരുന്നു. അപ്പോൾ പരവ എടുത്ത് കറി വെക്കാനും ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ അതേ മീൻ വെട്ടിക്കഴുകാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. മഴയായാലും ഇപ്പം മീൻ കഴുകുന്ന എല്ലാം പുറത്താണ്. ഒരു കുടയും ചൂടി വന്നിരിക്കും. ഇപ്പം മഴ പെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ വാപ്പും എൻ്റെ കൂടെയുണ്ട്. ഓരോ കഥയും കാര്യവും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ മീനിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കറിയൊക്കെ റെഡിയാക്കി അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. പച്ചക്കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം തട്ടിക്കൂട്ടി പറക്കി വെച്ചിട്ടുണ്ട്. ഒരു മെഴുക്കുരട്ടിയോ തോരനോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട്. മുറ്റം കണ്ടില്ലേ, കുറേയൊക്കെ അനിയത്ത് തൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ ചവറുണ്ടായിരുന്നു. അവിടെ തൂത്തുകൂട്ടി വാരിക്കളയും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ബായ്, നാളെ കാണാം. രാവിലെ ചെറുമഴയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മഴയത്ത് എണീക്കാനൊക്കെ നല്ല മടിയായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എണീറ്റ് വന്നു. എന്തായാലും നമ്മുടെ ഡ്യൂട്ടിയൊക്കെ നടന്നല്ലേ പറ്റത്തുള്ളൂ. പാത്തുമൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നേ. അങ്ങനെ ഞാൻ രാവിലെ അടുക്കളയിൽ വന്നു. അടുപ്പിൽ ചാരമൊക്കെ വാരി തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. തലേന്ന് നമ്മൾ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല. മാവെല്ലാം കഴിഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. വലിയ മടിയായിരുന്നേ. ഇന്ന് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. മുറ്റം നോക്കിയപ്പോഴാണ് മടി ഒന്നുകൂടെ കൂടിയത്. മറ്റൊന്നുമല്ല, മുറ്റമെല്ലാം ആകെപ്പാടെ മുടിഞ്ഞു വാരി കിടക്കുകയാണ് കേട്ടോ. ഉള്ള കരിയിലെന്ന് പറയാൻ പറ്റത്തില്ല, മാവിൻ്റെ തളിരില ഉണ്ടല്ലോ, അതെല്ലാം കാറ്റടിച്ച് വീണ് ആകെപ്പാടെ വൃത്തികേടായി കിടക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ തന്നെ ഇന്നൊരു കുന്നോളം പണിയാണ്. അങ്ങനെ രാവിലെ നമ്മൾ ഒരു ഉപ്പുമാവൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു. കൂട്ടത്തിൽ കഴിക്കാൻ പപ്പടമായിരുന്നു, അതൊക്കെ കാച്ചി പാത്തുക്കുട്ടിക്ക് കാപ്പിയൊക്കെ കൊടുത്തു. അവളെ ഞാൻ സ്കൂളിലാക്കി വന്നിട്ട് ഇച്ചിരി വെട്ടമൊക്കെ വന്നപ്പോഴത്തേക്കും തുണിയൊക്കെ പറക്കി ഉണങ്ങാൻ വേണ്ടി ഇട്ടു. കഴുകാനുള്ള